കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി മോദിക്കെതിരെ രാഹുൽ ഗാന്ധി എടുത്തുപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു ആയുധം അത് അംബാനി അദാനി കൂട്ടുകെട്ട് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ആ രീതിയിൽ ആ ഒരു ആയുധം കോൺഗ്രസിനെതിരെ തിരിക്കുന്നത് നമ്മൾ കണ്ടു. മോദി അദാനി അംബാനി എന്ന പേര് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ആ പേരെ മറന്നു കഴിഞ്ഞപ്പോൾ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും പണം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. എത്ര തുക രാഹുൽ ഗാന്ധി കൈപ്പറ്റി എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവന ഉത്തർപ്രദേശിലെ കനൌജിയിലും മറ്റുമാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ മോദി ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പ്രസ്താവനയാണ് കോൺഗ്രസ് ഇപ്പോൾ സജീവ ചർച്ചയാക്കുന്നത്. അത് പരാജയ ഭീതി കൊണ്ടാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ മോദി തള്ളിപ്പറയുന്നത് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയിൽ അന്വേഷണം നടത്താൻ EDയെയും CBIയെയും അവരുടെ വീടുകളിലേക്ക് അയക്കാൻ മോദി തയ്യാറുണ്ടോ എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുകയാണ്. ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ലഭിച്ചിരിക്കുന്നു. 2024 മോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ല എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എത്രത്തോളം പ്രതീക്ഷയിലാണ്, ആ ഒരു നേട്ടം എത്രത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിന് ഉണ്ടാകും എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അജിംസ്, വലിയ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു മൂഡ് മാറുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണോ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ്? മൂഡ് മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ മൂഡ് മാറുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ മൂഡ് മാറുന്നത് ഇപ്പോൾ പോൾ പെർസെൻറ്റേജ് കുറയുക എന്ന് പറഞ്ഞാൽ BJPക്ക് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് ശരിക്കും BJP ക്യാമ്പിനെ അസ്വസ്ഥപ്പെടുന്നത്. ഇപ്പോൾ ഒരു 70% അടുത്തേക്ക് പോലും പോൾ പെർസെൻറ്റേജ് പോകുന്നില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഞാൻ പറയുന്നത് ഈ ഇലക്ഷനിയറിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കുറേ വോട്ട് നേടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ BJPയുമായി നേർക്കുനേരെ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒരു 35-40 ഇടയ്ക്ക് വോട്ട് ശതമാനമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അത്രയും ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ട് സ്ഥിരമായി. അവർ തോൽക്കുമ്പോൾ പോലും അത്രയും വോട്ട് പെർസെൻറ്റേജ് നേടിയാണ് അവർ തോക്കുന്നത്. അതിനർത്ഥം കോൺഗ്രസ് ഒട്ടും വേരില്ലാത്ത ആളുകൾ വോട്ട് ചെയ്യാത്തൊരു പാർട്ടിയാണെന്നല്ലോ അതിനർത്ഥം. അവർക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ഷനിയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടിനാണെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പെർസെൻറ്റേജ് വോട്ട് പിടിച്ചു എന്നുള്ളതല്ല, ജയിക്കാൻ ആവശ്യമായ ആ ഒരു വോട്ട് കണ്ടെത്തുകയും ആ ഓരോ വോട്ട് നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പണി അറിയണമെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ, ബൂത്ത് ലെവലിൽ അവർക്ക് പ്രവർത്തകരുണ്ടാവണം. ആ ബൂത്തിലുള്ള വോട്ടർമാരെ ആ പ്രവർത്തകർക്ക് അറിയണം. അവരോട് നേർക്ക് നേരെ പോയി സംസാരിക്കണം, വോട്ട് മേടിച്ചെടുക്കണം. ഈ പണിയാണ് നടക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്താണ് അവർ. പല സംസ്ഥാനങ്ങളിലും അവരുടെ സംഘടനാ സംവിധാനം ദുർബലമാണ്. ഫണ്ടില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഈ സംഘടനാ സംവിധാനം വളരെ പ്രധാനമാണ്. ഫണ്ടിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് സംഘടനാ സംവിധാനം. അപ്പോൾ ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ഒരു മാസ് ക്യാമ്പയിൻ വഴി ഇപ്പോൾ മോദിക്കെതിരായിട്ടൊരു വേവ് ഉണ്ടായി. ആ മാസ് ക്യാമ്പയിൻ വഴി കുറേ വോട്ട് കോൺഗ്രസ് നേടാൻ കഴിയും. പക്ഷേ ജയിക്കാൻ തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും, ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടും, ആ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റുമോ? ഇനി ജയിക്കാൻ പറ്റാത്ത വോട്ട് ഏതാണ്, നമുക്ക് കിട്ടാത്ത വോട്ട് ഏതാണ്, ഇനിയും കിട്ടാത്ത വോട്ട് ഏതാണ്, ആ ബൂത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ ഏതാണ്, അതെങ്ങനെ സ്വായത്തമാക്കാം? ഈ പണി ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പണി നടക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോൾ പെർസെൻറ്റേജ് കുറഞ്ഞത് ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമാണ്. മോദിക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ഇന്ത്യ മുന്നണി ജയിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മാത്രം ജയിക്കണമെന്നില്ലല്ലോ. കാരണം തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും, തങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന വോട്ടുകൾ എത്ര, BJPക്ക് എത്ര വോട്ട് കിട്ടും എന്ന് കോൺഗ്രസിന് മനസ്സിലാവണമല്ലോ. BJPക്ക് എത്ര വോട്ട് കിട്ടും, ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും, ചാഞ്ചാടി നിൽക്കുന്ന എത്ര വോട്ട് ഉണ്ട്, അതിൽ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടും എന്ന് ഉറപ്പിക്കുമ്പോഴാണ് നമ്മൾ ജയിക്കാൻ പോകുകയാണെന്ന് കോൺഗ്രസിന് തോന്നുക, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തോന്നുക. ഈ ഒരു കാര്യത്തിൽ കൃത്യത ഇനിയും വന്നിട്ടില്ല. ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ? ഓക്കെ, ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരായ വികാരമുള്ള ആളുകളെ കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ന് തന്നെ UPയിലെ കാൺപൂരിൽ പ്രസംഗിക്കുകയാണ് രാഹുൽ ഗാന്ധി. 50 സീറ്റിൽ കൂടുതൽ ഇന്ത്യ മുന്നണിക്ക് UPയിൽ ലഭിക്കും, ഞാനും അഖിലേഷും പറയുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അഖിലേഷിനെ കൂടി പറയുന്നുണ്ട്. കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു തന്ത്രം ഇതിൽ. ഇപ്പോൾ മഹാരാഷ്ട്രയിലാവട്ടെ UPയിലാവട്ടെ ഞങ്ങളാണ് വലിയ പാർട്ടി എന്ന് അവരൊരു ക്യാമ്പയിനിലും പ്രഖ്യാപിക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ അവർ ഉദ്ധവ് താക്കറെയാണ് മുന്നിൽ നിർത്തുന്നത്, അതുപോലെ ശരത് പവാറിനെയാണ് മുന്നിൽ നിർത്തുന്നത്. UPയിലാകട്ടെ അഖിലേഷാണ് ആള്. ബീഹാറിൽ
രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ആ പരിസരത്തേക്കേ പോകുന്നില്ല. അവിടെ തേജസ്വി അത് ഒരു ബെൽറ്റ് ഇട്ടാണ്, അദ്ദേഹം നടുവേദനയാണ്, വീൽ ചെയറിൽ നടന്നിട്ട് പോയാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തേജസ്വി ഒറ്റയ്ക്ക് ബീഹാറിൽ ക്യാമ്പയിൻ ചെയ്താൽ മതി എന്ന് ഇന്ത്യ സഖ്യത്തിന് അറിയാം. അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പ്രസംഗിക്കേണ്ട. അപ്പം അത്തരം തന്ത്രങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത് പറയാനുള്ള കാരണം ഈ ബീഹാർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. കാരണം ബീഹാർ BJP പിടിച്ചെടുത്ത് കഴിഞ്ഞ 2019 കൂടുതൽ സീറ്റുകൾ BJPക്കാണ് ലഭിച്ചത്. അതിൻ്റെ ഒരു കാരണം ഈ പുൽവാമ അറ്റാക്കാണ്. പുൽവാമ അറ്റാക്കിൽ കൊല്ലപ്പെട്ട CRPF ജവാന്മാരിൽ ബഹുഭൂരിഭാഗവും ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു. അതിൻ്റെ ഒരു ഡിവിഡൻഡ് BJPക്ക് അവിടെ ലഭിക്കുകയാണുണ്ടായത്. മാത്രമല്ല ബീഹാർ വോട്ടേഴ്സ് എന്ന് പറയുന്നത് കുറേ കൂടി പൊളിറ്റിക്കലാണ്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇന്ദിരാഗാന്ധിക്കെതിരായ മൂവ്മെൻറ്റ് ഉയർന്നത്, ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റൊക്കെ ഉയർന്നത് ബീഹാറിൽ നിന്നാണ്. ലെഫ്റ്റ് പാർട്ടീസിനൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്നൊരു മേഖലയാണത്. ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. സോഷ്യലിസ്റ്റുകളുടെ നാടാണ്, OBC രാഷ്ട്രീയത്തിൻ്റെ നാടാണ്. അങ്ങനെ പല കാരണങ്ങളാൽ വളരെ പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ് ബീഹാറിലെ വോട്ടർമാർ. അവിടെ തേജസ്വി യാദവ് മാത്രം സംസാരിച്ചാൽ മതി എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിൻ്റെയും മൂഡനുസരിച്ച് പ്രവർത്തിക്കുക, അവിടെയുള്ള നേതാക്കന്മാരെ കൊണ്ട് പരമാവധി വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നതല്ല, UP ഞങ്ങൾ 50 സീറ്റ് നേടും അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഫിഡൻ്റ് ആണെന്നാണ് അതിനർത്ഥം. 50 സീറ്റ് നേടുമെന്നുള്ളതിൽ കോൺഫിഡൻസ് അല്ല, ഈ കാറ്റ് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറി വീശുന്നു. അപ്പോൾ വോട്ടർമാരെന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുക, ആ തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഉള്ള ട്രെൻഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് BJPക്ക് എതിരായിട്ടുള്ള, നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമാണ്. അത് പൂർണ്ണമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമോ എന്ന് അറിയണമെങ്കിൽ ഈ ജൂൺ 4-നുള്ള ഫലം വരണം. അതിൻ്റെ കാരണം അങ്ങനെ ഞങ്ങൾ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പാക്കാൻ പറ്റിയ ഒരു സംഘടനാ സംവിധാനം ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികൾക്കുണ്ടോ ഇന്ത്യ മുഴുവൻ എന്നുള്ളൊരു സംശയമാണ്. അത് BJPക്ക് അതുണ്ട്. BJPയുടെ പ്രശ്നം, BJPയുടെ ഒരു കഴിവെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ബൂത്തിലും അവർക്കൊരു ഒരാളുണ്ടാവും, ഒരു ചുമതലക്കാരുണ്ടാവും, ബൂത്ത് വൈസ്. പന്നപ്രമുഖ്. അപ്പോൾ ഒരു ബൂത്തിൽ ഒരു പ്രവർത്തകൻ ഉണ്ടാവും, അയാളുടെ കയ്യിൽ ആ അവിടുത്തെ മുഴുവൻ വോട്ടർമാരുടെയും വിവരങ്ങളും ഫോൺ നമ്പറും അയാളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ബൂത്തിലെ വോട്ടർമാരുടെ മുഴുവൻ പേര് വിവരവും ഫോൺ നമ്പറും കോൺഗ്രസ്സുകാരുടെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മറ്റു പാർട്ടിക്കാരുടെ കയ്യിലോ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അപ്പം ഇങ്ങനെ ഇത് ഇപ്പോൾ ഉള്ളതല്ല. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഈ പന്നാ പ്രമുഖിന് ചുമതലയാണ്. പന്നാ പ്രമുഖ് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ തവണ തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ ഏതൊക്കെയാണെന്ന് അവർ മാർക്ക് ചെയ്യുന്നു. ആ വോട്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെ മൊബൈൽ നമ്പർ അവരുടെ വാട്സപ്പ് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കൊണ്ടുവരുന്നു. ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാരുടെ ഗ്രൂപ്പായിരിക്കും. ഇത് ഏതെങ്കിലും ഗ്രൂപ്പിൽ അവിടെ കൊണ്ട് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലേക്കും അവർക്ക് സ്വകാര്യമായിട്ടും ഇവർക്ക് ആവശ്യമുള്ള പ്രൊപ്പഗൻഡ മെറ്റീരിയൽസ് നിരന്തരം ഒരു 5 വർഷം അവർ പമ്പ് ചെയ്യുന്നു. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുത്തിയ ആളുകളെ BJPക്ക് വോട്ട് ചെയ്യുന്നവരാക്കി മാറ്റുന്നു. ആ പണിയാണ് പന്നാ പ്രമുഖ് ചെയ്യുന്നത്. അതിന് അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്, വെറുതെ അല്ല, ശമ്പളവും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ബൂത്തിലും പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകരുണ്ട്. അവർ വളരെ എക്യുപ്ഡാണ്, ഡിജിറ്റലി എക്യുപ്ഡാണ്, അവർക്ക് പണമുണ്ട്, അവർക്ക് എങ്ങനെയും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും. അത്രയും എക്യുപ്ഡ് അല്ല ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളും അവരുടെ പ്രവർത്തകരും എന്നുള്ളതുകൊണ്ടാണ് ഈ മോദിക്കെതിരായ വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമോ എന്നിപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത്. യെസ്, ദാവൂദ് സർ, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം NDA ക്യാമ്പിൽ പലയിടങ്ങളിലും ചില അസ്വാരസ്യങ്ങളും അതൃപ്തിയും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെ വലിയ തർക്കങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. ഈ ഒരു പ്രതീക്ഷകൾക്ക് പിന്നിലെ കാരണം എന്തായിരിക്കും? അല്ല, പ്രതീക്ഷ എന്ന് പറയുന്നത് ലേറ്റർ ഓൺ, തുടക്കത്തിൽ ഈ പറയുന്ന നിലക്കുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ ഒരു പ്രതീക്ഷയുടെ ഒരു ലാഞ്ചന എന്ന് പറയാവുന്ന ഇത് വന്നത്. അതേറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നല്ല, ജിയുടെ ഭാഗത്തു നിന്നാണ്, അപ്പുറത്തു നിന്നാണ്. ജിയുടെ ശരീരഭാഷയും പ്രസംഗവും പ്രസ്താവനകളും അതാണ് ഇതിന് യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തക്ക് ട്രിഗർ ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞല്ലോ ചില ആളുകളെ കുറിച്ച്, രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് ആരെ പറ്റിക്കാൻ സാധിക്കും എന്ന് ആലോചിക്കുന്ന ചില ആളുകളുണ്ട്. അതേമാതിരി എന്തിപ്പം നരേന്ദ്രമോദി കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് രാവിലെ എഴുന്നേറ്റ് എന്താ ആലോചിക്കുന്നത്, ഇന്ന് മുസ്ലിങ്ങളെ എന്താണ് ചീത്ത പറയാൻ പറ്റുക എന്നുള്ള പുള്ളി റിസർച്ച് നടത്തി. റിസർച്ച് അല്ല, അതും പുള്ളിയുടെ ബ്ലഡിലുള്ളതാണ്. അതാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ക്രിക്കറ്റ് കോൺഗ്രസ്സുകാർ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളായിരിക്കും എന്ന് വരെ പ്രസംഗിച്ച ഒരു മഹാനാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം ഇത് മതിയല്ലോ ആളുകൾക്ക് ഈ ജിക്ക് പിടിവിട്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അത് BJP-ക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ അറിയില്ല. മനുഷ്യന്മാരെല്ലാവരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന സാധനം തിന്നുന്നവർ മാത്രമല്ലല്ലോ. ലോജിക്ക്, ഒരു സിമ്പിൾ ലോജിക്, കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്ന് പറയുമെങ്കിലും ഈ സിമ്പിൾ ലോജിക് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, മനുഷ്യർ ചിന്തിക്കുമല്ലോ. എന്താണ് നമ്മുടെ ജി എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജിയുടെ ഈ പ്രസംഗ പരമ്പര അത് തുടങ്ങിയ ശേഷമാണ് ഈ പ്രതീക്ഷ കൂടുന്നത് ഒരു വശത്ത്. രണ്ടാമത് നേരത്തെ അജിം സുവർണൻ പല സിംറ്റംസ് കാണിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളിൽ അവർ കാണിക്കുന്ന സമീപനങ്ങൾ, മാർക്കറ്റിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, മോഡിയുടെ തന്നെ റാലികളോടുള്ള പ്രതികരണങ്ങൾ, കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയുന്നൊക്കെ പുള്ളി തന്നെ പറയിപ്പിക്കേണ്ട അവസ്ഥകൾ മധ്യപ്രദേശിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അപ്പം അത് ഓഫ് കോഴ്സ് അത് ഈ കെജ്രിവാൾ ഇറങ്ങുന്നതോടുകൂടി അത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും കേട്ടോ. രാഹുൽ ഗാന്ധി ആണെങ്കിൽ, രാഹുൽ ഗാന്ധി ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ മോഡി ഗയ എന്ന് അദ്ദേഹം UP-യിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ലായിരുന്നു. എന്നുവെച്ചാൽ ആ വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അത് പ്രസംഗിക്കണത് ഉള്ളിൽ നിന്ന് വരണമല്ലോ. അപ്പോൾ അങ്ങനെ പറയുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നു. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു ആത്മവിശ്വാസം? മോഡിയോട് പേടിച്ചു പോയടാ എന്നാണല്ലോ ചോദിക്കുന്നത്. ഇച്ചിരി പേടിച്ചു പോയോ എന്നാണ് മോഡിയോട് രാഹുൽ ചോദിക്കുന്നത്. അപ്പോൾ രാഹുലിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വാക്കുകളിലും പ്രയോഗങ്ങളിലും ആത്മവിശ്വാസത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവുകയും മോഡിയുടേത് നേരെ തിരിച്ചാവുകയും ചെയ്യുന്നു. അപ്പോൾ മോഡി എന്താ ചെയ്യുന്നത്? മോഡി ഹിന്ദു വിക്ടിംഹുഡ് ആണ്, ഹിന്ദു ഇരവാദം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഹിന്ദു ഇരവാദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല ഹിന്ദുക്കളെ മാറ്റി നിർത്തുകയാണെന്നാണല്ലോ പുള്ളി പറയുന്നത്. 10 വർഷം ഇത്രയും നെഞ്ചളവുള്ള ഒരു മനുഷ്യൻ ഭരിച്ച ഒരു നാട്ടിൽ ഹിന്ദുക്കൾ ഈ ജാതി പീഡനത്തിനും വിവേചനത്തിനും വിധേയമാകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ വേറെ ചില ഉടായ്പകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ ശ്രദ്ധിച്ചായിരുന്നു? അത് ഈ പറയുന്ന ഗോഡി മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അത് എന്താ റിപ്പോർട്ട്? 1950 മുതൽ 2015 വരെയുള്ള ജനസംഖ്യാ കണക്ക്, അതിൽ ഹിന്ദുക്കൾ കുറയുന്നു, മുസ്ലിങ്ങൾ കൂടുന്നു. ഒരൊറ്റ കാര്യം നോക്കുക, 2015 ജനസംഖ്യാ കണക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? 2011 ശേഷം സെൻസസ് നടന്നിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ കണക്ക് പറയുന്നത്? നന്ന ചുരുങ്ങിയത് 2011 വരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ലോജിക്കലാവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക, അത് ഈ പറയുന്ന പ്രധാനമന്ത്രി ഈ ഹേറ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അത് ലീക്കാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. എല്ലാവർക്കും മനസ്സിലാവില്ലെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലാവും. എല്ലാവരും ശരിയാവില്ല, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ചിലവർക്കെങ്കിലും തിരിയല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായുള്ളൊരു വേവ് ഉണ്ട് എന്നല്ല, മോഡി വേവ് ഇല്ല എന്നുള്ളതാണ്. മോഡി വേവ് ഇല്ല, ഇപ്പുറത്തൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട്, നമ്മൾ കാണണം. ദിവസങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നോക്കൂ, ഇന്നലെ ഈ പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇങ്ങനെ പലതും പുറത്തു വരാം, പല കാര്യങ്ങളും പുറത്തു വരാം. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സത്യപാൽ മാലിക് പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെടുക എന്നുള്ളത് അചിന്ത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു താനാശാഹിക്കും പരാജയം ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ ഇലക്ടറൽ പൊളിറ്റിക്സിൽ പരാജയം അനുഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൂടെ കാണണം നമ്മൾ. അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിൽ മത്സരിക്കുന്നത്, ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാവുന്നതും ഒരേ സമയത്താണ്. ആദ്യമായിട്ട് മത്സരിക്കുന്നതും മുഖ്യമന്ത്രിയാവുന്നതും ഒരേ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അദ്ദേഹം പരാജയം അനുഭവിച്ചിട്ടില്ല. പരാജയത്തെ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നറിയാത്ത ഇന്ത്യയിലൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട്
പരാജയം അചിന്ത്യമായി കാണുന്ന ഏകാധിപതികൾ അധികാരം നിലനിർത്താൻ എന്തും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് സത്യപാൽ മാലിക്കിനെ ഓർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, എന്തായാലും പരാജയ ഭീതി മൂലം ഓരോ ദിവസവും മോദി വിദ്വേഷം വിളമ്പുമ്പോൾ ആ പ്രസ്താവനകളൊക്കെ സജീവ ചർച്ചയാക്കി ജനങ്ങളോട് സംവദിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ, പ്രസ്താവനകളിൽ നമുക്ക് വലിയ ആത്മവിശ്വാസം കാണാൻ കഴിയുന്നുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നറിയാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം വരെ കാത്തിരിക്കണം. ഇനി 25 ദിവസം കൂടി ആ കാത്തിരിപ്പ് നീളും.